നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഒരു വീക്ക്ലി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തുടക്കം നമ്മുടെ പുതിയ ബുദ്ധനും ആനക്കുട്ടനൊക്കെ വെച്ച് കഴിഞ്ഞു. അവിടെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഇനി ഈ വീക്ക്ലി വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് തുണികൾ നനച്ച് ഉണക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് മടക്കി ഓർഗനൈസ് ചെയ്തങ്ങ് വെച്ചു. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വയ്യായിക പറഞ്ഞില്ലേ, കൈയുടെ അത് കുറച്ചുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാടങ്ങ് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സെറ്റ് മുണ്ടാണ് ഉടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സെറ്റ് മുണ്ട് ഉടുക്കുന്നത്. ഞാനത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് കാലമായിട്ട് ഞാൻ ഈ സെറ്റ് മുണ്ട് ഉടുക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. കൊച്ചിയിലായിരുന്നപ്പോഴേ ഞാൻ അങ്ങനെയായിരുന്നു. അത് ഇവിടെയും അതങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ അതിന് മാച്ചായിട്ട് ബ്ലൗസസ് വേണമല്ലോ. അപ്പോൾ എൻ്റെ ബ്ലൗസ് എല്ലാം നനച്ച് ഞാൻ ഇങ്ങനെ അലമാരയിൽ വെക്കുമ്പോൾ അത് ഓരോ പ്രാവശ്യവും എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്നാൽ അതെല്ലാം കൂടെ പെട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പെട്ടിയിലെല്ലാം കൂടെ വെച്ചാൽ എടുക്കാൻ സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ പെട്ടിയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് കാലമായിട്ട് ഷൂട്ടിംഗ് ചെയ്യാത്തത് കൊണ്ട് ആ പെട്ടി വെറുതെ ഇരിക്കുകയാണല്ലോ. എന്നാൽ പിന്നെ ആ പെട്ടിയിലോട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലൗസസ് എല്ലാം അങ്ങ് അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായിട്ട് ഞാൻ പോത്തീസിൽ പോയി കുറേ റെഡിമെയ്ഡ് ബ്ലൗസസ് വാങ്ങിച്ചു. ഈ രാവിലെ സെറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. മേടിച്ചപ്പോൾ ഒരു ഇത്തിരി കൂടി പോയി. അപ്പോൾ അതൊന്നും വെക്കാൻ സ്ഥലമില്ലാണ്ടായിപ്പോയി. അങ്ങനെയാണ് ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ അടുക്കി വെച്ചാലോ എന്നുള്ളൊരു ആലോചനയിൽ ഞാൻ എത്തിയത്. അതൊരു നല്ല തീരുമാനമായാൽ മതിയായിരുന്നു. കാരണം ഓരോ പ്രാവശ്യം അലമാരയ്ക്കകത്തുനിന്ന് എടുക്കുമ്പോൾ ഒരു ബ്ലൗസ് എടുക്കുമ്പോൾ ബാക്കിയൊരു 30 എണ്ണം താഴെ വീണു പോകും. പെട്ടിക്കകത്താണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം വരില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ വയ്ക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അടുത്ത വ്ളോഗിൽ ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ ബ്ലൗസസ് ഞാൻ പെട്ടിയിലാക്കി നീറ്റായിട്ട് അടുക്കി അങ്ങ് വെച്ചു. എൻ്റെ പെറ്റ് ഡോഗ് ബൂബു, അവൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ചൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ, അതായത് ഞാനും സൗഭാഗ്യയുടെ അച്ഛനും അടക്കുന്ന ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഡോഗാണ് കേട്ടോ ബൂബു. ബൂബുവിനെ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചത് സൗഭാഗ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അവൻ എൻ്റെ അടുത്താണ് ഒരുപാട് അറ്റാച്ച്ഡ് ആയത്. അതിന് കാരണം പിന്നെ വാങ്ങിച്ച സമയത്ത് സൗഭാഗ്യ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം അവൻ എൻ്റെ കൂടെയാണ് നിന്നത്. അങ്ങനെ ബൂബുവിന് എന്നോട് വലിയൊരു ബോണ്ടിങ് ആയിപ്പോയി. എനിക്ക് തിരിച്ചു അതെ, ബൂബു എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. ബൂബുവിനെ ഞങ്ങൾ ആദ്യം മുകളിൽ ടെറസിലാണ് ഇട്ടിരുന്നത്. പക്ഷേ അവനൊരു ഏകദേശം ഒരു 8-9 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അവൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും അങ്ങ് പോയി. അതുകൊണ്ടാണ് അവനെ താഴെ എൻ്റെ അടുക്കള വശത്തുള്ള ബാൽക്കണിയിൽ വിട്ടിരിക്കുന്നത്. അതാകുമ്പോൾ ഒരു ചെറിയ സ്ഥലവുമാണ്. അവൻ അവിടുത്തെ സ്ഥലമൊക്കെ നല്ല നിശ്ചയമാണ്. ആൻഡ് മോർ ഓവർ ഹീ ഈസ് വെരി ഹാപ്പി ഡെയർ. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവനെ പോയി കാണാം, ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് പെറ്റ് ചെയ്യാം, അവൻ്റെ ആവശ്യങ്ങളൊക്കെ നോക്കാം. അവൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലാനും സൗകര്യം
ഈ ബാക്ക് വശത്തെ ബാൽക്കണി ആയതുകൊണ്ടാണ്. അവനിങ്ങനെ കണ്ണ് കാണാത്തപ്പോൾ ആ മതിൽ ചേർന്നിങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെയാണ് ആ മതിലിൻ്റെ നിറം ഇങ്ങനെ ബ്രൗൺ ആയത്, അല്ലാതെ അത് അഴുക്ക് പിടിച്ചതല്ല. അപ്പോൾ വളരെ കെയർ ചെയ്താണ് ഞാൻ എൻ്റെ ബൂബുവിനെ നോക്കിയിട്ടുള്ളത് കേട്ടോ. അവന് ഇപ്പോൾ 15 വയസ്സായെന്ന് പറഞ്ഞല്ലോ. യൂഷ്വലി ഈ ബ്രീഡൊക്കെ 8-9 വയസ്സ് വരെയൊക്കെ ജീവിക്കാറുള്ളൂ. അപ്പോൾ അവനെ നോക്കുന്ന ഡോക്ടർ പറയുന്നത് നമ്മൾ അത്ര സ്നേഹിച്ചും അത്ര കെയർ ചെയ്തും അത്രയും നന്നായിട്ട് നോക്കിയത് കൊണ്ടാണ് അവൻ ഇത്രയും വർഷം നമ്മുടെ കൂടെ ജീവിക്കുന്നത്. അതും ഒരു അസുഖമൊന്നുമില്ലാതെ. പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവനുണ്ട്, കണ്ണ് കാണാൻ വയ്യ, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവൻ ഇത്രയും കാര്യമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് നമ്മളതിനെ നന്നായിട്ട് നോക്കിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ബൂബുവിനെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഒരു ഡ്രൈ ബാത്തൊക്കെ കൊടുക്കും, പിന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കും. പിന്നെ എനിക്ക് ഈ കൈ വയ്യായൊക്കെ വന്നതുകൊണ്ടും പിന്നെ അടുപ്പിച്ച് 2-3 ദിവസം പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ 2 ദിവസം അതൊക്കെ മുടങ്ങിപ്പോയി. അല്ലെങ്കിലും പതിവായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അവനെ നല്ലപോലെ ബ്രഷ് ചെയ്ത് വിടും, തുടച്ച് വിടും, അവൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കും. പിന്നെ അവൻ കിടക്കുന്ന ആ ഏരിയ മുഴുവൻ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി ഇടാറുമുണ്ട്. ഇതൊക്കെ എൻ്റെ ഡെയിലി റൂട്ടീനിൽ പെടുന്ന ജോലികളാണ്. ബൂബുവിനെ വാങ്ങിച്ച ആ സമയത്തൊക്കെ ഞങ്ങൾ എവിടെ പോകുമ്പോഴും ബൂബുവിനെയും കൂടെ കൊണ്ടുപോകും കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ കൂടെ കൊണ്ടുപോകും, ഷോപ്പിങ്ങിന് പോയാൽ കൂടെ കൊണ്ടുപോകും, നടക്കാൻ പോയാൽ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ബൂബുവിനെ കയറ്റാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നില്ല. കൊച്ചി ട്രിവാൻഡ്രം പോലെയല്ലായിരുന്നു ആ സമയത്ത്. കുറച്ചുകൂടെ ആനിമൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയാം. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ ബൂബുവിനെ കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഒരു മോളിൽ കൊണ്ടുപോയപ്പോൾ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ ആനിമൽസിനെ കയറ്റാത്തത്? അവൻ എൻ്റെ ട്രോളിയിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അടുത്ത പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പെറ്റ്സ് നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി ഇതൊക്കെ മാറേണ്ടിയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടമുള്ളവർക്ക് അവരുടെ പെറ്റുമായിട്ടൊക്കെ നമുക്ക് നടക്കാനും കൂടെ കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലോ ഉറപ്പായിട്ടുണ്ടാവണ്ടേ. നമ്മളെല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരമാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ വായില പ്രാണികളോട് ഇത്തരം ഒരു അവഗണന അല്ലെങ്കിൽ അവജ്ഞ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ഒരു കാലം നമുക്ക് വന്നില്ലേ? അപ്പോൾ ഇഷ്ടമുള്ളവർ, എല്ലാവരെയും ഇഷ്ടം അടിച്ചേൽപ്പിക്കേണ്ട, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം, അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ബൂബുവിനെ വാങ്ങിച്ച സമയത്ത് അവനൊരു അസുഖം വന്നു, ഡിസ്പ്ലേഷ്യ പോലൊരു അസുഖം. അപ്പോൾ അവൻ്റെ ഡോക്ടർ പറഞ്ഞു പുട്ട് ഹിം ടു സ്ലീപ്പ്, അവനിനി വേണ്ടാന്ന്. പക്ഷെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡോഗല്ലേ, അപ്പോൾ നമ്മൾ അത്ര സ്നേഹിച്ച് പൊന്നുപോലെയാണ് വളർത്തിയത്. അവനെ വാങ്ങിച്ച് കുറച്ച് ദിവസത്തിൽ എനിക്കും സൗഭാഗ്യയ്ക്കും കൂടെ ഫ്രാൻസിൽ പോകേണ്ടി വന്നു. ഫ്രാൻസിൽ പോയിട്ട് നമ്മൾ ആക്ച്വലി അവിടെ പോയ എല്ലാവരും ഒരു 10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് വരും. പക്ഷേ ഞങ്ങൾക്ക് തന്ന ഡേറ്റ്സ് ഇന്ന് പ്രീപോൺ ചെയ്ത് ഞാനും സൗഭാഗ്യം തിരിച്ചെത്തി ബൂബുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബൂബു എന്നെ കാണാതെ ഒത്തിരി സങ്കടപ്പെട്ടു എന്ന് ഹസ്ബൻഡ് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചായിരുന്നു കേട്ടോ. ഓരോ പ്രാവശ്യവും ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഏറ്റവും സങ്കടപ്പെടുന്നത് ബൂബുവിനെ വിട്ടിട്ട് പോകുമ്പോഴാണ്. ബൂബുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡോഗാണ്. അപ്പോൾ സൗഭാഗ്യയ്ക്ക് എത്ര ഡോഗ്സാണല്ലേ, അവളെങ്ങനെ വരും? ഇവരൊക്കെ വിട്ടിട്ട് അവളെങ്ങനെ പുറത്തു പോകും ഞാനിപ്പോഴും ആലോചിക്കും കേട്ടോ. അതുകൊണ്ട് സൗഭാഗ്യ എൻ്റെ വീട്ടിൽ വന്നില്ല എന്ന് പോലും എനിക്ക് കംപ്ലൈൻറ്റ് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അവൾ ഇത്രയും പെറ്റ്സിനെ വളർത്തുമ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറയുന്നത് ന്യായമല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ഡോഗിനെ വിട്ടിട്ട് എനിക്ക് ഒരു 9 മണി കഴിഞ്ഞ് എനിക്ക് സങ്കടം വരും. അയ്യോ ബൂബു വിഷമിക്കും, ബൂബുവിന് ഫുഡ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഓടി തിരിച്ചെൻ്റെ വീട്ടിലോട്ട് ഓടി വരും. അപ്പോൾ അത്
പെറ്റ്സിനെ വളർത്തുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബൂബുവിന് വെള്ളം കുടിക്കാൻ വെക്കുമ്പോൾ അതിലൊരിത്തിരി മഞ്ഞപ്പൊടി ഇട്ടാണ് ഞാൻ വെക്കുന്നത്. ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കുടിക്കുന്ന വെള്ളവും ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടാണ് ഞാൻ കുടിക്കുന്നത്. രാധേകൃഷ്ണ, എൻ്റെ പേര് ആർദ്ര. ഞാൻ 8th പഠിക്കുന്നു. എൻ്റെ മെയിൻ പാഷൻ ആർച്ചറിയും ഡാൻസുമാണ്. ഞാൻ ആർച്ചറിയിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ കളിച്ച് സെലക്റ്റഡായി സ്റ്റേറ്റ് ലെവൽ കളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം ഡാൻസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. എനിക്ക് ടീച്ചറിൻ്റെ ക്ലാസ് നല്ലോണം ഇഷ്ടമാണ്, നല്ലോണം മനസ്സിലാവുന്നുണ്ട്. രാധേകൃഷ്ണ, എൻ്റെ പേര് ഗായത്രി. ഞാൻ ഡേ കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കല്യാണി മേഡത്തിൻ്റെ ഡാൻസ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ഡാൻസാണ്. അപ്പോൾ എനിക്ക് ഇനിയും നല്ലോണം പഠിച്ച് വലിയൊരു വലിയൊരു ഡാൻസർ ആവണം. അതാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വപ്നം. ഓക്കെ, എൻ്റെ പേരെന്താ പറഞ്ഞ? കല്യാണി. കല്യാണി മാം. എൻ്റെ പേരെന്തുവാ? ആരാ കല്യാണി? എന്നെ പറഞ്ഞത് കല്യാണി മാമിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വലിയ ഡാൻസർ ആവട്ടെ. ഓക്കെ, ആഗ്രഹം പോലെ എൻ്റെ ഒരു നൃത്തക്കാരൻ ദൈവം സാധിക്കട്ടെ. മോളുടെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ. പതിവ് ക്ലാസ്സുകൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും സെലക്റ്റഡ് ഫ്യൂ ആണ് ഞാൻ ഇപ്രാവശ്യത്തെ ബ്ലോഗിൽ ചേർത്തിരിക്കുന്നത്. ടീച്ചിങ് മൈക്ക് മേടിച്ച കാര്യം കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് എനിക്കത്. കാരണം എനിക്ക് വളരെ പതുക്കെ പറഞ്ഞാൽ ആ സ്പീക്കറിലൂടെ ഉറക്കെ കുട്ടികൾക്ക് കേൾക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് നെക്സ്റ്റ് ഡേ. യൂഷ്വലി വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ഞാൻ അമ്പലത്തിൽ പോകാറില്ല. കുറച്ച് താമസിച്ചേക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പതുക്കെ സമാധാനമായിട്ട് ചെയ്തിട്ട് കൂടുതലും ഡാൻസ് ക്ലാസ്സസും മറ്റുമായിട്ടാണ് സമയം കൂടുതലും ചിലവാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പവിഴമല്ലി, ആ പൂത്ത പൂക്കളാണ് ഞാനിന്ന് വിളക്കിനിടുന്നത്. ഈ വർഷമാണ് എൻ്റെ പവിഴമല്ലി ചെടി ഇത്രയും പൂക്കളിങ്ങനെ പൂത്ത് നിറഞ്ഞു കിടക്കുന്നത്. അത് അപ്പുറത്തെ വീട്ടിലെ ആ പണിക്കാരെനിക്ക് അവർ ദയവ് തോന്നി എനിക്ക് തരുന്നത് കൊണ്ട് എനിക്കത് ഈശ്വരൻ്റെ വിളക്കിന് ഇടാൻ സാധിക്കുന്നുണ്ട്.
എല്ലാത്തിനും ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൈവേദനയും കഴുത്ത് വേദനയും കുറച്ച് കൂടുതലായിപ്പോയി. എന്നാൽ ഒരു ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തനുസരിച്ച് SP വെൽഫോർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആദിത്യനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറെ അദ്ദേഹം റെഫർ ചെയ്ത് കാണാനായിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ മീറ്റ് ചെയ്തു. ഡോക്ടർ എന്നോട് എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാൻ പോയി. ഷമീം 5 വെരി വെരി സ്വീറ്റ്. ഡോക്ടർ ഒരു 5 ഡേയ്സിൻ്റെ മെഡിക്കേഷനും റെസ്റ്റുമാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം. തലേ ദിവസത്തെ പൂക്കളൊക്കെ മാറ്റി കൃഷ്ണൻ്റെ മുന്നിലെ വിളക്കും പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ചു. ഈ ഉണങ്ങിയ പൂക്കളൊക്കെ ഞാനൊരു ബാഗിൽ ശേഖരിക്കുവാണേ. ഇത് ശേഖരിച്ച് നമ്മളിങ്ങനെ ഈ ധൂപം സ്റ്റിക്സ് ഇല്ലേ, അതുണ്ടാക്കാൻ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എല്ലാ പൂക്കളും അതിങ്ങനെ ഉണക്കി ഈ ബാഗിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. എന്നെങ്കിലും എനിക്ക് ആ ധൂപം സ്റ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സെറ്റ് തുണി കൂടി മെഷീനിലിട്ട് കഴുകി ഉണക്കി വന്നിട്ടുണ്ട്. അതെല്ലാം മടക്കി വെച്ച് വീടൊക്കെ ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. സൗഭാഗ്യയുടെ വീട്ടിലെത്തി ഞാൻ. കൊള്ളാല്ലേ? ഇതെന്താ ചെയ്യാം? കഴിക്കാതെ എന്താ ഇത്? ഐസ്ക്രീം. യു സ്ക്രീം, ഷീ സ്ക്രീം ഫോർ an ഐസ്ക്രീം. ഐസ്ക്രീം കേട്ടോ. നീ സുദർശന ഒരേ കളർ ഡ്രസ് പറ്റിയോ? മാച്ചിക്ക് മാച്ച് ഹേ സംതിങ് സംതിങ്. മാച്ചിക്ക് മാച്ച് ഹേ സംതിങ് സംതിങ്. സൗഭാഗ്യക്ക് കോർണറ്റോ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. കോർണറ്റോ ഫോർ സൗഭാഗ്യ. ആശമ ചോദിച്ചു. നല്ലതാണ്. ഫോണിന്റെ സ്പേസ് പോകൂല. രണ്ട് രീതിയിൽ എടുക്കാം. റീലും എടുക്കാം, വലിയ വ്യക്തമായിക്കാം. ചെയ്യാനാണോ?
നല്ല തിന്നത്തുള്ള സാധനമാണ്. കൊള്ളാമോ ചെവി? നല്ലതാണ്. ഞാൻ ഫ്രീസർ വെച്ചു ഒറ്റയാക്കിയിട്ട് അർജുന് മധുരയിൽ ജല്ലിക്കെട്ട് കാണാൻ പോയിട്ട് വന്നപ്പോൾ എനിക്കാണെങ്കിൽ രസപ്പൊടി, പാൽഗോവ, ബാംഗിൾസ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സുധാപുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷന് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ച സ്റ്റെപ്സാണ് എന്നെ കളിച്ച് കാണിക്കുന്നത്. ഞാനിങ്ങനെ അങ്ങേറ്റം ആസ്വദിച്ചു അത്. സുധാപു ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കളിക്കുന്നത് കണ്ട് എനിക്ക് അതിശയം തോന്നി കേട്ടോ. ഞാൻ സൗഭാഗ്യം ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൊച്ചുമോള് സ്കൂളിൽ പോയി മറ്റൊരു ടീച്ചർ പഠിപ്പിച്ച് ആ സ്റ്റെപ്സൊക്കെ വെച്ച് കാണുമ്പോൾ ഈശ്വര അതിൻ്റെ ഒരു ആനന്ദം ഒന്ന് വേറെയാണ് കേട്ടോ. വലിയ സന്തോഷം തോന്നി. എൻ്റെ മോൾക്ക് ദീർഘായുസ്, പരിപൂർണ ആരോഗ്യം, ഐശ്വര്യം, ഭഗവാനോട് പരിപൂർണ കൃപാകടാക്ഷം ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. സുധാപു സൗഭാഗ്യയോട് ഒരുപാട് സ്നേഹം കാണിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയും കേട്ടോ. കാരണം സൗഭാഗ്യ എന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ടെന്നല്ല, അന്നും ഇന്നും എന്നും ഉണ്ട്. അതുപോലെ അവൾ എന്നോട് കാണിച്ച സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങ് അവളുടെ കുട്ടി അവളോട് സ്നേഹമായിട്ടിരിക്കണമെന്ന് ഞാൻ അവളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ സുധാപു സൗഭാഗ്യയോട് ഒത്തിരി സ്നേഹമാണ്. അതിന് ഈശ്വരനോട് ഒരുപാട് നന്ദി. സുധാപുവിൻ്റെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആ ദിവസം പൂർണ്ണമായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ദിവസങ്ങളിലെ മെഡിക്കേഷന് ശേഷം റിവ്യൂവിനായിട്ട് വീണ്ടും ഡോക്ടറെ അടുത്തെത്തി. Madam had come to me. പുള്ളിക്കാരത്തേക്ക് ഒരു നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഷി ഹാഡ് സം കൈൻഡ് ഓഫ് റാഡിക്കുലോപ്പതി ഓൾസോ. കയ്യിലോട്ട് ചെറിയ ബുദ്ധിമുട്ട്, മരവിപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ വി സോ ഹർ. വി സ്റ്റാർട്ടഡ് ഹർ ഓൺ സം മെഡിക്കേഷൻസിന് കൂടെ തന്നെ നമ്മൾ കുറച്ച് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. സോ ഷി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ബെറ്റർ. സോ ഇൻഫാക്ട് ഇനിഷ്യലി വന്ന സമയത്ത് ഷി വാസ് വെരി ഡിസ്ട്രെസ്ഡ്. പുള്ളിക്കാരത്തേക്ക് ആ ഒരു നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. യൂഷ്വൽ ആക്ടിവിറ്റീസ് ഒന്നും കൺട്രോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം തന്നെ ആസ് സൂൺ ആസ് വി സ്റ്റാർട്ടഡ് ആ ട്രീറ്റ്മെൻറ്റ് ഷി സ്റ്റാർട്ട് ഗെറ്റിംഗ് ബെറ്റർ. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത സമയത്ത് ഗോട്ട് ഈവൻ ബെറ്റർ അല്ലേ. അതിലൂടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഷി യൂസ് ടു കം ടു അവർ ഹോസ്പിറ്റൽ. ഷി യൂസ് ടു വാക്ക് ടു അവർ ഹോസ്പിറ്റൽ ഫ്രം ഹോം. അപ്പോൾ ആ ഈവനിങ് വാക്ക് വാസ് വെരി തെറാപ്യൂട്ടിക്. അപ്പോൾ അതാണ് മാഡം മാഡം ആക്ച്വലി 2-3 വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അന്ന് ആ ബുദ്ധിമുട്ട് വന്നതിന് ശേഷം ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ആക്ച്വലി ഷി ഹാഡ് ആസ്ക്ഡ് മീ ഫിസിയോതെറാപ്പി വീട്ടിൽ വെച്ച് ചെയ്യണോ ഓർ വെദർ ഷി ഹാസ് ടു കം. സോ ഐ ടോൾഡ് because considering that she's a celebrity, coming to the hospital might be a problem. അപ്പം I told her വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് അറേഞ്ച് ചെയ്യാം, or you can even visit. But I think she's been more comfortable with visiting us in the hospital, and we have been making you feel more at home also. Very much. Very good service. And doctor especially. And ഒരുപാട് I'm so thankful to you. Okay, welcome. നിങ്ങളെ പേഷ്യൻസ് ഒക്കെ കുറച്ച് ഇങ്ങനത്തെ വെരി സെൻസിറ്റീവ് പീപ്പിൾ ആണ്. Everybody is sensitive. Everybody എല്ലാവർക്കും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് the reason a patient comes to the hospital is because they have a problem which they cannot resolve at home. അപ്പം that means they are distressed enough that they have the drive to get up from home, ഒരു വണ്ടി പിടിച്ച് നേരെ ഇവിടെ വരാൻ. And coming to the hospital, it's not a fun thing. കാരണം ഹോസ്പിറ്റലിൽ വരെ കുറച്ച് സമയം പോവുക, നമ്മൾ ആ സമയം പോകുന്ന സമയത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ യു സീ അതർ പേഷ്യൻസ് ഹു ആർ മച്ച് മോർ വേഴ്സ്. എനിക്ക് ഓർമ്മയുണ്ട് RCCയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഡിസ്ട്രെസിങ് ബിക്കോസ് നമുക്ക് അവിടുത്തെ പേഷ്യൻ്റ് കണ്ടീഷൻസ് എല്ലാം ഇച്ചിരി പോരായിരിക്കും. യു ഫീൽ വെരി ഡൗൺ സീയിങ് ദ ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് ദാറ്റ് ദി അതർ പേഷ്യൻസ് ഹാവ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഫൺ തിങ് ടു ഡു ഹോസ്പിറ്റലിൽ വരുന്നത്. പക്ഷേ but that's what when a patient comes to the OP, we know അത്രയും നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പേഷ്യൻ്റ് വരുന്നത്. So making them feel at home is very important. It keeps you grounded. Yeah. That's also there. അപ്പോൾ
എൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ബെറ്റർ. മച്ച് ഞാൻ പിടിച്ച് നോക്കുന്നതിലൊക്കെ നല്ല ആ സ്പാസ്മൊക്കെ നല്ല റിക്കവേർഡ് ആണ്. ആൻഡ് ആ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഹോളിസ്റ്റിക്കലി യു ലുക്ക് ഗുഡ് ഓൾസോ, യു ഫീൽ ബെറ്റർ ഓൾസോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വയസ്സായി എന്ന് പറഞ്ഞു ഞാൻ മറക്കുകയില്ല. എനിക്കറിയാം വയസ്സായിട്ട്, പക്ഷെ എല്ലാവരും പറയും ജസ്റ്റ് നമ്പർ. പക്ഷെ വളരെ സത്യസന്ധമായിട്ട് മാം വയസ്സായി. സോ പറഞ്ഞു, മെന്റൽ ഏജ് ഇസ് ഡിഫറെന്റ് ഫ്രം ഫിസിക്കൽ ഏജ്. മാഡത്തിന്റെ മെന്റൽ ഏജ് ഇസ് വെരി 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 യങ്, സിംഗിൾ ഡിജിറ്റ് നമ്പർ ഇൻ ഫാക്ട്. അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സത്യമായിട്ട് പറയണമല്ലോ. അപ്പോൾ നമുക്കൊരു റിയലൈസേഷൻ ആണ് ലൈഫിൽ. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബെറ്റർ ഫോർ മിസസ്. സോ യു ഗോ ത്രൂ ദീസ് ഫേസസ്. ഞാൻ ഈ അടുത്തതായിട്ട് ടു മച്ച് ഓഫ് ദിസ്. So madam was asking me, being a dancer, does it give you any advantage? അപ്പം personally what I feel is dancers അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവർ they have a lot of flexibility. അപ്പോൾ ബോഡിയിൽ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ബാക്ക് പെയിൻസ്, നീ പെയിൻസ്, ലോ ബാക്ക് ഏക്ക്, നെക്ക് പെയിൻ, ഇതിൻ്റെ ഇൻസിഡൻസ് ഒക്കെ ഒത്തിരി കുറയും. ദ റീസൺ ഫോർ ദാറ്റ് ഇസ് ബിക്കോസ് നല്ല മസിൽ ബൾക്ക് മെയിൻറ്റെയിൻ ആണ്. കാരണം ഈ സ്ട്രെച്ചിങ് എക്സസൈസസും ഈ ഒത്തിരി മൂവ്മെൻറ്റ്സിൻ്റെ എക്സ്ട്രീംസ് ചെയ്യുന്ന സമയത്ത് മസിൽ ബൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കും. കൂടാതെ തന്നെ ജോയിൻറ്റ് നല്ല സപ്പിളായിട്ടിരിക്കും. കാരണം ദ ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡൂയിങ് ഓൾ റേഞ്ചസ് ഓഫ് മൂവ്മെൻറ്റ്. ഈ റേഞ്ചസ് ഓഫ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻറ്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് holistically the patient will feel better. Madam's condition, even our physiotherapist was feeling the same thing, that the reason that she was not having a lot of problems, the reason that she got better quickly is primarily because it's very likely that it's because she is a dancer also. കാരണം ഈ സ്ട്രെച്ചിങ് എക്സസൈസസും എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സും ഫിസിയോതെറാപ്പിയും അതിനെല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ലോങ് റണ്ണായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് സപ്പിളായിട്ടിരിക്കുന്ന ജോയിനകത്ത് പെട്ടെന്നൊരു ഷോർട്ട് കോഴ്സിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഗിവിങ് ഫിസിയോതെറാപ്പി വിൽ എൻഷുർ ദാറ്റ് യു ഹാവ് ഫാസ്റ്റർ റിക്കവറി. നമ്മൾ അല്ലാത്ത നോർമൽ പേഷ്യൻസിനകത്ത് നമ്മൾ കൊടുക്കുന്ന റിക്കവറി പീരീഡ് എല്ലാം തന്നെ ഇച്ചിരി കൂടെ ലോങ്ങർ ആയിരിക്കും. ബട്ട് മാഡത്തിന് ഷീ റിക്കവേർഡ് ക്വിക്കർ. അതൊരു പോയിന്റ് ടു ബി നോട്ടഡ് ആണ്. The reason we feel for that is because I think that it's because she has good flexibility secondary to being a dancer. കണ്ടോ, ഡാൻസ് പഠിച്ച ജീവിതത്തിൽ നന്നായിരിക്കാം. ലേൺ ഡാൻസ്. ഓക്കെ. So I'm so thankful to you. Welcome. Yes. It's my job. Yeah. And seeing a patient happy makes me very happy. Yeah. Thank you so much. ഫിസിയോതെറാപ്പി ചെയ്ത ആ കുട്ടിയും ആ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഞാൻ ആര്യ. ഞാനിവിടെ SP വെൽഫോർട്ടിലെ ഫിസിയോതെറാപ്പി ഇൻചാർജാണ്. അപ്പോൾ മാഡം ഇവിടെ വന്നത് നെക്ക് പെയിൻ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊന്ന് 5th സെഷൻസ് ആണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ബെറ്റർ, മച്ച് ബെറ്റർ. ഓക്കെ. കിട്ടിയിട്ടൊന്നുമില്ല ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിക്ക് ഞാൻ കയറുമ്പോൾ ഇതുപോലൊരു കംഫർട്ടബിൾ കോസ്റ്റ്യൂമിലോട്ട് ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ടൈറ്റ് ഡ്രസ്സൊക്കെ നമുക്ക് കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കും. കുറേ അധികം എക്സസൈസ് നമ്മളവിടെ ചെയ്യിപ്പിക്കും. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 1-2 മാത്രമേ ഞാനിവിടെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. இதோ என் பல்லவி எப்போது கீதமாகுமோ இவள் உந்தன் சரணமென்றால் அப்போது வேதமாகுமோ இதோ இதோ என் பல்லவி. This is ultrasound therapy. So ഇത് ആക്ച്വലി പെയിൻ റെഡ്യൂസ് ചെയ്യാനും പിന്നെ അവിടുത്തെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മാഡം ഇവിടെ വന്നത് നെക്ക് പെയിൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ ദിസ് ഇസ് മെയിൻലി ബിക്കോസ് മെക്കാനിക്കൽ ഇഷ്യൂസ് ആണ്, മസിൽ ഇംബാലൻസ്. ബിക്കോസ് നമ്മൾ ഡേ ടു ഡേ റൂട്ടീനിൽ ഓക്വേർഡ് പോസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുണ്ടായ ഒരു ഇഷ്യൂസ് ആണ്. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് എക്സസൈസ് ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ്. ഇപ്പോൾ സൂപ്പർഫിഷ്യൽ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്ത് പിന്നെ ഡീപ്പർ മസിൽസിനെ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റെബിലൈസേഷൻ എക്സസൈസ് പിന്നെ മൊബിലിറ്റി എക്സസൈസ് അതൊക്കെയാണ്. ഇന്ന് മാഡത്തിൻ്റെ ലാസ്റ്റ് സെഷനാണ്. നമ്മൾ ഹോം എക്സസൈസ് ഒക്കെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. പിന്നെ കുറച്ച് ഒരു എക്കണോമിക് അഡ്വൈസും കൊടുത്തിട്ടുണ്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പം എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ദാറ്റ് അതെ, സോ ദാറ്റ് ഇതിൻ്റെ റിക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഹായ്, ഞാൻ ജിഷാന. ഞാനിവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അങ്ങനെ എൻ്റെ ഫിസിയോതെറാപ്പി എല്ലാ സെഷൻസും പൂർത്തിയാക്കി അവരോട് യാത്ര പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ എൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.